കൂട്ടുകാരെ, നമ്മളെ വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയാണത്. അത് നിറയെ ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ടെറസിലാണ് ചെയ്തേക്കണേ. വളരെയധികം ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഈ തവണ പിടിച്ചിട്ടുണ്ട്. എല്ലാം പഴുത്തു തുടങ്ങി. 1-2 വിളവെടുത്തു. ടെറസിലാണ് നമ്മുടെ കൃഷി എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പം നിറയെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. രണ്ടാമത്തെ ചെടി ഇവിടെ ഉണ്ട്. നമ്മൾ ബക്കറ്റിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്യണത്. ബക്കറ്റിൽ ഇപ്പം നിറയെ നമ്മുടെ കയ്യുണ്ണിയം എന്ന് പറയുന്ന ചെടി വളർന്നിരിക്കുകയാണ്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് കയ്യുണ്ണിയം, ഡ്രാഗൺ ഫ്രൂട്ട്. അതുപോലെ തന്നെ അടുത്തൊരു ചെടിയാണ് നമ്മുടെ അത്തിപ്പഴമുണ്ട്. ഇത് നമ്മുടെ ഇസ്രായേൽ അത്തിയാണ്, കഴിക്കാൻ പറ്റാവുന്നതാണ്. നല്ല സ്വാദിഷ്ടമായ അത്തിപ്പഴമാണ്. ഇവിടെ പറഞ്ഞാൽ വിളഞ്ഞിരിക്കുകയാണ്, ബാക്കിയുള്ള വിളഞ്ഞ് വരുന്നുണ്ട്. ഇത് ഈ ഒരു യെല്ലോ കളറിലാണ് പഴുത്ത് കഴിയുമ്പോൾ ഉണ്ടാവുക. റെഡ് കളറിലുള്ള അത്തിപ്പഴമുണ്ട്. ഇത് യെല്ലോ കളറിലാവുന്നതാണ്. നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇത് നമ്മളൊരു ചെറിയൊരു ഡ്രമ്മിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ചെടി കണ്ടാൽ അറിയായിരിക്കും, മാതള നാരങ്ങയാണ്. അപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ മാതളം മേടിച്ചപ്പോൾ അതിൻ്റെ വിത്ത് കൊണ്ടിട്ടതാണ്. എല്ലാം മുളച്ചു. ഇതുമ്മ പൂക്കുകയും ചെയ്തായിരുന്നു. ഇതവണ പൂവുണ്ടായിരുന്നു, പക്ഷെ പൂവൊന്നും പിടിച്ചില്ല. ഇത് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മാവും തൈയാണ്. എൻ്റെ ഇവിടെ കൊരട്ടിയിലാണ്. കൊരട്ടി കൃഷിഭവനിൽ നിന്ന് കിട്ടിയ നടശാല ഇനത്തിൽപ്പെട്ട മാവും തൈയാണ്. പിന്നെ ഈ ബക്കറ്റുകളിലൊക്കെ കൃഷി ചെയ്യാനായിട്ട് വെച്ചേക്കാണ്. ഓരോന്നുണ്ടായിരുന്നു, പയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ പോയി. ഇനിയിപ്പോൾ അടുത്തത് നടണം. പേരത്തൈ ഉണ്ട്. പേരത്തൈയിൽ കുറേ പേരയ്ക്ക ഉണ്ടാവാറുണ്ട്. ഇത്തവണയും പേരയ്ക്ക പിടിച്ചിട്ടുണ്ട്. പേരയ്ക്ക അത്യാവശ്യത്തിനുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനും ഉള്ള പേരയ്ക്കകൾ ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. ഇതിലും കയ്യുണ്ണിയും വന്നിട്ടുണ്ട്. ചെറിയൊരു മീൻകുളമാണ്, ആമ്പലുണ്ട്. ചീരത്തൈ ഇത് ഞാൻ വിത്തിന് നിർത്തിയാന്നാണ്, അതാണ് പറിക്കാണ്ട് നിർത്തിയാണ്. നല്ല വലുപ്പത്തിൽ ആൾ നിൽക്കുന്നുണ്ട്. പിന്നെ പനിക്കൂർക്കയാണ്. പനിക്കൂർക്ക ഇവിടെ പൂത്തു, നിറയെ പൂവുണ്ട്. ഞാൻ പിന്നെ പൂവൊന്നും ഒടിച്ച് കളയാനില്ല. ഇതാണ് പനിക്കൂർക്കയുടെ പൂവ്. പിന്നെ ഇത് ഒരു അത്തിമരത്തിൻ്റെ അത്തിയല്ല, പേരാലിൻ്റെ തൈയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് ചേക്കാം. അതൊന്ന് ബോൺസായി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് ചേക്കാണ്. പിന്നെ നമ്മുടെ ഈ കാടുകളിലൊക്കെ ഉണ്ടാവണ ഒരു ചേമ്പാണ്. നമ്മളിപ്പോൾ ഒരു അലങ്കാരത്തിന് വേണ്ടി ഞാനിപ്പോൾ ജസ്റ്റ് നട്ടുപിടിപ്പിച്ചെന്ന് മാത്രം. അതിൻ്റെ 2 കടയുണ്ട്. ഇങ്ങനെ ഇവിടെയൊക്കെ നമ്മുടെ ഈ തൈകളാണ്. ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ ഒന്ന് വെട്ടി ഈ കവറുകളിൽ തൈകൾ ഉണ്ടാക്കണം. അതിന് വേണ്ടി വെച്ചാണ് കവറാണ്. ഇനി ഇതിൻ്റെ അടുത്ത് നടാനുള്ള പയറിൻ്റെയും ചോളത്തിൻ്റെയും വിത്താണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് കുതിരാനായിട്ട്. ഇനി അത് ഇപ്പോൾ കുതിർന്നിട്ടുണ്ട്. ഞാൻ നടണം. ഇന്നിപ്പോൾ നല്ലൊരു വെയിലും കയറി വരുന്നുണ്ട്. മഴയായിരുന്നു രാവിലെ, ഒരു വെയിലായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു കൃഷിയുടെ നമ്മുടെ ഒരു സന്തോഷം. എല്ലാവർക്കും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. എല്ലാവരും പരിശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.